എനിക്ക് എന്തെങ്കിലും കാണോ? ഓ പിന്നെ നീ പറഞ്ഞോട്ടൊന്നും ഞാൻ വലിയ മറ്റതാണ്. നമുക്ക് എന്തെങ്കിലും കാണോടാ. എന്നിട്ട് കാര്യം നിങ്ങളെ പേരൊക്കെ മരണം. പെൺപിള്ളേർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിച്ചു പോകണം. എന്നെ നമുക്ക് സ്റ്റാറാ. നീ എന്താണ് സിനിമയിൽ അഭിനയിക്കാൻ പോണ? അതല്ല, വേറെന്തേലും. വേറെന്ത് ആലോചിക്കണം. നീ ഞാണ്ടല്ലേ ആലോചിക്കട്ടെ. പിന്നെ നീ 5 സ്റ്റാർ ആകും. പക്ഷെ അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റാണ്. പക്ഷെ ഈ ആളെ പറ്റിക്കണ പരിപാടിയാണെങ്കിൽ ഉണ്ടല്ലോ, അതിനൊരു ഒറിജിനാലിറ്റി വേണം. അതിനെന്ത് ചെയ്യും? അതിന് എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചേ ആൾക്കാരെ പേടിക്കണം, അവസാനം ഞെട്ടണം. അല്ല നീ അടിപൊളിയായിട്ട് ഞെട്ടിക്കുമെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ഇതാണ് സ്പോട്ട്. നീ ഇവിടെ ഇങ്ങനെ റത്തടിച്ചോലി ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഗേൾസ് വരും നിന്നെ രക്ഷപ്പെടുത്താനായിട്ട്. അപ്പൊ നീ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പോകണം. അതാണ് പ്രാങ്ക്. ഇതൊക്കെ സിമ്പിൾ അല്ലേ? പക്ഷേ ഇത് നീ എവിടെ നിന്ന് ഷൂട്ട് ചെയ്യും? എടാ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ചാനലിൽ ഇടും. കൊടുക്കത്തെ വ്യൂസും കിട്ടും. മനസ്സിലായ? ആദ്യം സ്റ്റുഡന്റ്, പിന്നെ ടീച്ചർമാർ, പിന്നെ ഗീവറും, അങ്ങനെ അങ്ങനെ എല്ലാരും സെറ്റ്. ഇനി വേണോ? തീരാറായി. എനിക്ക് വാങ്ങാൻ കാശില്ലാണ്ടല്ല, പിന്നെ വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. നിന്റെ ഈ പിശുക്ക് മാറ്റാതെ നീ നന്നാവില്ല മോളെ. തിന്നു തീച്ചു പണ്ടാക്കാം. ഓ നിന്റെ കൂല കാണുമല്ലേടി? കാണൂല. തിന്നു തിന്ന്. വൈകുന്നേരം എന്നോടില്ല വരേ. ശരി എത്തരാം. എന്താടി പോയിട്ട് വേഗം പോകുന്നത്? കമ്പ്യൂട്ടർ റൂം അടച്ചിട്ടേക്കുക, കറണ്ട് ഇല്ല. അതെന്താ? കറണ്ടിന് എപ്പോഴാ വരണേന്ന് അറിയാൻ പാടില്ല. എന്റെ ശ്രുതി, ഇന്ന് വൈകിട്ട് എനിക്ക് ആന്റിയുടെ വീട്ടിൽ പോകണം. എന്നെ അങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യണേ. പരിഹാരം ഉണ്ടാക്കാം. പലഹാരോ? എന്ത് പലഹാരം? ഓ ഏതൊരു തീറ്റക്കാര്യം മാത്രം. പലഹാരമല്ല, പരിഹാരം. എന്താണോ ഇടി ഷെറിനെ, നീ ഇങ്ങനെ എപ്പോഴും ലേസും പിസിയൊക്കെ തിന്നാതെ ആ കാശ് കൊടുത്ത് വല്ല ഫ്രൂട്ട്സും വാങ്ങി തിന്നെ. അതാണ് ആരോഗ്യത്തിന് നല്ലത്. അതിന് ഇത് ഞാൻ വാങ്ങിച്ചതല്ല, അവള് വാങ്ങിയതാ. അല്ലേലും ഇവള് പൈസ മുടക്കി വല്ല വാങ്ങിച്ചു കഴിക്കും. ഞാൻ പൈസ മുടക്കി ഒന്നും വാങ്ങി കഴിക്കില്ലെന്ന് ആരുടെ നിന്നോട് പറഞ്ഞത്? ഇവിടെ കാശ് മുടക്കി ഒറ്റ പോയി കഴിക്കും. പക്ഷെ മനുഷ്യന്മാര് വേണ്ടതല്ലെന്ന് മാത്രം. പിന്നെ നീയൊക്കെ വലിയ പ്രകൃതിദത്തമായ ഭക്ഷണമാണല്ലോ വാങ്ങിച്ചു കഴിക്കണത്. വടി വടി. ഈ ഷെറിനെ, ആ വാശിക്ക് നാളെ നിന്റെ വക ചെലവ്. എനിക്കങ്ങനെ വാശിയൊന്നുമില്ല. എന്റെ പൊന്നോ, ഇവിടെ അല്ലാതിരിക്കണം. ചെലവേ കോപ്പി. അമ്മനെ കണ്ടായിരുന്നോ? ആരെ? ആ മാടനെ അമ്മല്ലേ? ഞാൻ കുറച്ചു മുമ്പ് താഴേക്ക് പോയപ്പോ ആ മുൻവശത്ത് വെപ്പുണ്ടായിരുന്നല്ലോ. ഫ്രണ്ടിലോ? ആ ഞാൻ കണ്ടില്ല. എന്താടാ? ഒന്നുമില്ല. ഇവനെന്താണ് കിഴി പോയി? അതെ, ഇവന്റെ മമ്മി അടിപൊളിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കും. ഓ ആനക്കാര്യത്തിനടക്കം അവിടെ ഒരു ചേലക്കാര്യം. ഈ കഴിക്കണൊക്കെ എങ്ങോട്ട് പോണടി? ഇതിന് ഇവിടെ കോലം വേണ്ട. എങ്ങോട്ട് പോണേ ഇങ്ങനെ കറങ്ങി ഓടി. ഓ ഇവക്കടെ ഒരു നാവ്. ആ ജോബി അമ്മാരെ തപ്പി നടപ്പുണ്ടായിരുന്നല്ലോ. നീ അമ്മാരെ കൂടെ ഞാൻ പോയി നോക്ക്. ഇവിടെ ഒന്നും ഇല്ലടോ മോനെ. പിന്നെ ഇവിടെ എങ്ങനെ വെച്ച് തിന്നോന്ന് അറിയാൻ പാടില്ല കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ മാടനാണോ വാർത്തയാണോ നോക്കിയില്ല. അപ്പൊ എല്ലാം പറഞ്ഞോലെ പൊളിക്കണം. ചെല്ലി. പിന്നെ ഈ ക്യാമറ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റാർ ആവും? എടാ പിന്നെ ക്യാമറ ചെയ്യണം, ഞാൻ വാച്ച്മാൻ ആവും. എടാ ഞാൻ ക്യാമറയിൽ എടുക്കണ കണ്ടന്റ് ഹിറ്റായ ഞാൻ ഹിറ്റല്ലേ? നീ വേഗം ചെയ്തേ. അതെ എന്തുവാടാ പരിപാടി? ഗേൾസ് ടോയ്ലറ്റിന്റെ അവിടെ മൊബൈലൊക്കെ ആയിട്ട് എന്ത് ആഡ് ചെയ്ത് ജോബി ഇതൊന്നുമല്ല. ഞങ്ങൾ മറ്റേ പ്രാന്ത് ചെയ്യാനായിട്ട്. പ്രാന്താ? എടാ പ്രാന്തല്ല, പ്രാങ്ക്. എടാ ഇവന് ഇവിടെ ഇങ്ങനെ ഇറത്തടിച്ചോലി ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോയ്ലറ്റിൽ പോണ കേസ് ഇവനെ രക്ഷപ്പെടുത്താൻ വരും. അപ്പൊ ഇവനിങ്ങനെ കൂളായിട്ട് കടന്നു പോകും. ക്യാമറാമാൻ ഞാനും പ്രാന്തനും
പ്രാങ്കിന് വേണ്ടി. അളിയാ ഇപ്പഴാണല്ലേ കോളേജിൽ കറണ്ടും ഇല്ല. കറണ്ട് ഇല്ലേ? അടിപൊളി. അത് വാ, നമുക്ക് ചെയ്യാം. വാ, നീ അവിടെ ചെയ്യ്. എടാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചെയ്യും, ഞാൻ പുറത്തുണ്ട്, അതൊരു കോളും വിളിക്കണം. ആരെങ്കിലും വന്നാൽ ഞാൻ പറയാം. ആടാ ഓക്കെ അല്ലേ? കറണ്ട് വന്നാൽ നന്നായി. എനിക്ക് കുറച്ച് പ്രൊജക്ട് ചെയ്യാനുണ്ടായിരുന്നു. നിനക്കൊരു ലാപ്പ് വാങ്ങിക്കൂടെ? അതിന് ക്യാഷ് വേണ്ടേ മോളെ? നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ താ. മണ്ട തുറക്കണേന് ഷോക്ക് അടിച്ച് എന്താ ആക്ടിങ്ങാണല്ലേ? ഓ ഓസ്കാർ അവാർഡ് കൊടുക്കണം. പുള്ളി കഴിഞ്ഞ പിന്നെ വിശക്കുമല്ലേശ്വര. ഓ ഈ തീറ്റ പിശാചിനെ ഞാൻ വേഗം നടക്കണം. ഈ ഇത്തോടത്തെ കോളേജ് ഡ്രാമയിൽ ഇവനെ നായകനാക്കാം. കുഴപ്പമില്ല വയറല്ലായിക്കോളൂ. നീ ഇട്ടോ. എന്തൊരു ഒറിജിനാലിറ്റി. എടാ അവന്റെ മൂക്കിന്ന് ഇതൊക്കെ പുക വരുന്നത്. വിഷ്വൽ എഫക്റ്റ് ഒക്കെ കയ്യിൽ നിന്ന് കൊടുത്താ. ഓ ഭീകരൻ. അപ്പൊ നീ ഇവന് എന്തോ ഓവർ ആക്ടിങ് ആണ്. എടുത്ത് നിർത്താൻ പറയണ പോയി. ക്യാമറ ഇവിടെ ഉണ്ടെന്ന് അവനല്ലേ പറയണ്ടത്. പ്രാങ്കല്ലേ? എടാ മാടാ, പണി കറണ്ട് വന്ന് നമുക്കേ പ്രാങ്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. കറണ്ട് വന്നാ അപ്പൊ ഇത് VFX അല്ലടാ, ശരിക്കും ഷോക്ക് അടിച്ചാ. എന്ത് കോപ്പ് ക്യാമറയിലല്ല, ഇപ്പൊ പടമായി ഭിത്തി പറഞ്ഞേനെ അവന്റെ കോപ്പിലെ പ്രാങ്ക്. ഇല്ല എന്റെ കൊച്ചിനൊന്നുമില്ല. അതെ ഇറത്തടിച്ചാലേ നല്ല വിശപ്പുണ്ടാവുന്ന കാരണന്മാര് പറയും. വാ നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോവാം. നിന്റെ ചില പറയാം. അപ്പൊ എർത്തടിച്ച വിശപ്പുണ്ടാവുമല്ലേ?